നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ടാവില്ലേ? അങ്ങനെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്നെ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണി വരെ എത്തിച്ച കുറച്ച് ചാനൽസുകളുണ്ട്. സോ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മുമ്പൊക്കെ ഈ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോകുന്നല്ലാതെ അതായത് ഈ ഷോർട്സ് ഒക്കെ വരുന്നതിന് മുമ്പാണ് കേട്ടോ സ്ക്രോൾ ചെയ്ത് പോകും. പക്ഷെ അങ്ങനെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ റാൻഡായിട്ട് കുറച്ച് വീഡിയോസ് കാണും. അപ്പം അത് അങ്ങനെ അങ്ങ് വിടും. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ഇംഗ്ലീഷ് ചാനൽ കാണുന്നത്. പിക്കപ്പ് ലൈൻസ് ആണ് എന്നാണ് അതിൻ്റെ പേര്. സാഡി എന്നാണെന്ന് തോന്നുന്നു ആ ഒരു ലേഡിയുടെ പേര്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ മെയിനായിട്ട് ഈ പ്ലാന്റ് പ്ലാന്റ്സിനെ പറ്റിയിട്ടും പ്ലാന്റ് പ്രൊപ്പഗേഷൻ, പിന്നെ ഫുഡ് വെറൈറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ നോട്ട് ചെയ്ത കാര്യം അന്ന് കുറേ മുമ്പാണ്. അന്ന് അവർക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല. അതിന് മുമ്പുള്ള കാര്യമാണ്. ഇന്ന് അത്യാവശ്യം നല്ല വ്യൂവേഴ്സ്, നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൊരു ചാനലാണത്. അപ്പോൾ അന്ന് അവർ മെയിനായിട്ട് ഈ അവരുടെ വീഡിയോ ക്വാളിറ്റിയാണ് ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്തത്. പിന്നെ വേ ഓഫ് പ്രസൻറ്റേഷൻ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്കിങ്ങനെ കണ്ണെടുക്കാൻ തോന്നില്ല. ആ ഒരു രീതിയിലുള്ളൊരു പ്രസൻറ്റേഷൻ ആയിരുന്നു. പിന്നെ ടോപ്പ് നോച്ച് വീഡിയോ ക്വാളിറ്റി അങ്ങനെ കണ്ടു. അപ്പം ഞാൻ ജസ്റ്റ് ഓക്കെ, പ്ലാന്റ്സും ഗാർഡനിങ്ങും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാനത് വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നു ആ ചാനൽസ്. പിന്നെ അവർ കുറച്ചൊരു ടീ ടൈം ട്യൂസ്ഡേ, ടീ ടൈം തേഴ്സ്ഡേ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു റെഗുലറായിട്ട് എല്ലാ വീക്കിലിയും ഇങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. അതൊക്കെ നല്ല നല്ല ടോപ്പിക്സ് എടുത്തിട്ട് അതിനെപ്പറ്റി സംസാരിക്കും. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ അറിയാം അവർക്ക്. ഒരു പ്ലസൻറ്റ് ഫേസോടെ ഒരു നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കോണ്ടൻസ് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഒരു ചാനൽ നോട്ട് ചെയ്യുന്നത്. ആ ഒരു ചാനൽ ശരിക്കും പറഞ്ഞാൽ അവർ കുറേ കാര്യങ്ങൾ ക്യാമറ എങ്ങനെയാണ് അവർ ക്യാമറ ഈ ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ അത് ചാനൽ ഈ കോണ്ടന്റ് വൈസും എനിക്കിഷ്ടമാണ്. പിന്നെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആ ചാനൽ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും അവരുടെ വീഡിയോസിന് വെയിറ്റ് ചെയ്യും. അവരുടെ ലൈഫിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ, കല്യാണം, ബേബി ആയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ അതിലൂടെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം അത്ര ആക്റ്റീവ് അല്ല. സ്റ്റിൽ ഞാൻ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ എന്ന് പറയുന്നത് പിക്കപ്പ് ലൈൻസ് ആണ്. ഇന്ന് അവർക്ക് മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ട്. അത്ര റീച്ചായ ഒരു ചാനൽ കൂടിയാണ്. നല്ല നല്ല വെറൈറ്റി ഓഫ് ഫുഡ് റെസിപ്പീസ് നമുക്കതിൽ നിന്ന് കാണാൻ പറ്റും. നമുക്കതങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല ഫുഡ് റെസിപ്പീസ്, ബിക്കോസ് അത് ഇംഗ്ലീഷ് സ്റ്റൈൽ, ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഫുഡാണ്. അപ്പോൾ നമുക്ക് അതൊന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് കാണാനും അവരുടെ സംസാരം കേട്ടിരിക്കാനും നല്ലൊരു വൺ. അശ്വതി വിശാൽ, ഇതൊരു മലയാളം യൂട്യൂബ് ചാനലാണ്. അവർ ഒരു പുറത്ത് സ്റ്റേ ചെയ്യുന്ന, ഒന്ന് അബുദാബി ഓർ ദുബായ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ നേരത്തെ അബുദാബി അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു മലയാളി കുടുംബം. അശ്വതി, അവരെ ഹസ്ബൻഡ്, അവർ രണ്ടുപേരാണ് അധികം വീഡിയോസിൽ കാണാറ്. അശ്വതി മാത്രമാണ് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ അന്ന് ഞാൻ നോട്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നല്ല നല്ല പ്രസൻറ്റേഷനാണ്. മെയിനായിട്ട് നമ്മൾ അതാണല്ലോ നോക്കുക. നല്ല പ്രസൻറ്റേഷനാണ്. പിന്നെ ഒരു യുണീക്ക് സംസാര ശൈലിയുണ്ട്. മലയാളം പ്ലസ് ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് നല്ലൊരു രീതിയിലുള്ളൊരു സംസാര ശൈലിയുണ്ട് അവർക്ക്. അപ്പോൾ അവരുടെ വീഡിയോസ് മെയിനായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ഒക്കെ ആയിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. വ്ളോഗിങ് അല്ല, ഈ ഒരു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് കോണ്ടന്റ്സ് ഉണ്ടായിരുന്നു. മീൽ പ്രിപ്പറേഷൻ, പിന്നെ ബുക്സ് റിലേറ്റഡ് കുറേ കോണ്ടന്റ്സ് ചെയ്യുമായിരുന്നു. നല്ലൊരു റീഡറാണ്. അപ്പോൾ ബുക്സിനെ പറ്റിയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നല്ലോണം ഇടുന്നൊരു ചാനലാണത്. പിന്നെ അവർ ഈ പാസീവ് ഇൻകം അതിനെ പറ്റിയിട്ട്, പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല വീഡിയോസ് ആ ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ഇപ്പോഴും അത്ര ആക്റ്റീവ് അല്ല. പക്ഷെ ഈ ഒരു നല്ലൊരു സിമ്പിളായിട്ട് കാമായിട്ട്, എനിക്ക് മെയിനായിട്ട് ഈ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ബഹളങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന കാമായിട്ടുള്ള വീഡിയോസ്, അതാണ് എൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു മേഖല. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അശ്വതി വിശാൽ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരൊരു ജപ്പാനിൽ പോയ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കാണാനും നല്ലൊരു സംസാരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. നല്ല രസമാണ് കണ്ടിരിക്കാൻ. അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് ഞാൻ കുറേ ബുക്സ് അവർ അതിനെപ്പറ്റി റിവ്യൂ ചെയ്യുന്നത് ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ കുറച്ചൊക്കെ ബുക്സ് വായിക്കുന്നത് കൊണ്ട് ബുക്സിൻ്റെ റിവ്യൂസ് കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള വീഡിയോസും ഈ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഐഡിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബൊട്ടാണിക്കൽ വുമൻ,
അവര് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടെയാണ്. ഒരു മലപ്പുറംകാരിയാണ്. ഞാനും കോഴിക്കോട് മലബാർ സൈഡിൽ നിന്ന് തന്നെയാണ്. അപ്പം അവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ അവർ തുടങ്ങിയത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അതും ഗാർഡൻ പ്ലാന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവർ പുറത്തേക്ക് മൂവ് ചെയ്തു പഠിക്കാൻ വേണ്ടി. പ്രാഗിൽ മൂവ് ചെയ്തിട്ട് അവിടുത്തെ കുറച്ച് ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല രീതിയിൽ ആക്റ്റീവാണ്. ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അവരുടെ വീഡിയോൻ്റെ പ്രത്യേകത വെച്ചാൽ എനിക്ക് അവരുടെ സംസാരം അത്ര നമ്മൾ എന്താ പറയുക, ഒരു അച്ചടി ഭാഷയോ അങ്ങനെയൊന്നുമല്ല. അതായത് അവരുടെ സംസാരം, അവരുടെ കോണ്ടൻസ് ഒക്കെ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് പ്രത്യേകിച്ച് അവരുടെ ക്യാരക്ടറും എൻ്റെ ക്യാരക്ടറും സിമിലാരിറ്റീസ് തോന്നിയിട്ടുണ്ട്. അവർ ഈ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഒരു ഇൻസെക്യൂരിറ്റീസിനെ പറ്റിയിട്ടും ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ തോട്ട് പ്രോസസ്സും, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇവന്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവന്റിന് പോവാൻ സൈനപ്പും ചെയ്തു, പക്ഷെ പോകുന്ന ഒരു മൊമെന്റ് വരെ നമ്മുടെ മൈൻഡിൽ കൂടെ നടക്കുന്ന തോട്ട് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ഞാൻ ജീവിക്കുന്നത്, എങ്ങനെയാണോ എൻ്റെ തോട്ട്സ് പ്രോസസ്സ് പോകുന്നത്, എക്സാക്റ്റ് അതേപോലെ മിററിൽ എൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണുന്ന പോലെയായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടത്. അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോണ്ടൻസ് ആണ്. അപ്പം അത് എന്നെങ്കിലും നേരിട്ട് കാണാൻ ആഗ്രഹമുള്ള ഒരു യൂട്യൂബറാണ് ഷിഫ. അവർ ഈ വീഡിയോ കാണോ ഇല്ലയെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അവരുടെ മെയിൻ കോണ്ടൻസ് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങും, പിന്നെ ഈ ഗാർഡനിങ്, പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ പറ്റി നല്ല നോളജ് ഉള്ള ഒരു കുട്ടിയാണ്. ഈ പ്ലാന്റ്സിനോടുള്ള ഇഷ്ടം കൊണ്ട് പ്ലാന്റ്സിനെ പറ്റി, പ്ലാന്റ്സിന്റെ നെയിം, അതിൻ്റെ ഒറിജിൻ, അങ്ങനെയുള്ള കാര്യങ്ങളും സയന്റിഫിക് നെയിമും എല്ലാം പഠിച്ചെടുത്ത് അതിനു വേണ്ടി നല്ല എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അവരുടെ വീഡിയോയുടെ നല്ല രസമാണ്. ഈ പറഞ്ഞ പോലെ കാമായിട്ടുള്ള വീഡിയോസ്, അതിൽ ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഷൂട്ട് ചെയ്തിട്ട് അതിങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് വീഡിയോസ് ഇടുന്നത് നല്ല നല്ല രസമാണ് കണ്ടിരിക്കാൻ. അപ്പോൾ ഷിഫ മറിയം ബൊട്ടാണിക്കൽ വുമൻ, അവരുടെ സിസ്റ്ററുടെ ചാനലുണ്ട് സഫ വിത്ത് പെൻ, അതും എനിക്ക് ഇഷ്ടമുള്ളൊരു ചാനലാണ്. അപ്പോൾ ഈ 2 ചാനലും ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ചാനൽസാണ്. ഷിഫ ഇപ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. ഞാനത് എല്ലാം കാണാറുണ്ട്, കമൻസ് ഒന്നും ചെയ്യാറില്ല, പക്ഷെ സ്റ്റിൽ എല്ലാം വാച്ച് ചെയ്യാറുണ്ട്. അവരുടെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കൊരു നാട്ടും പുറത്തുകാരിക്ക് എങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാം. ഇപ്പം അവർ പുറത്താണെങ്കിൽ അവരങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിൽ നമ്മളെപ്പോൾ ഒരാൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അതിന്ന് എങ്ങനെ ഗ്രോ ചെയ്തെടുക്കാം, എങ്ങനെ നമുക്ക് സ്വയം ഇമ്പ്രൂവ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ലേൺ ചെയ്യാൻ പറ്റിയത് ഈ ഒരു ബൊട്ടാണിക്കൽ വുമൻ എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ്. 4th വൺ അതെൻ്റെ ഇപ്പോൾ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അത് മലയാളം ചാനൽ അശ്വതി ഉഷൂസ്. അവരോട് എനിക്ക് പേഴ്സണലി കണ്ടിട്ട് തന്നെ നന്ദി പറയണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം അവരിടുന്ന വീഡിയോസും അവരുടെ വീഡിയോസ് ശ്രദ്ധിച്ചറിയാം. കോണ്ടന്റ് ക്രിയേഷൻ, അതിനെ പറ്റിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും, അത് എങ്ങനെയൊക്കെ ഒരു ബിഗിനർക്ക് നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാം, എങ്ങനെ ഷൂട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുടെ ചാനലിലുണ്ട്. ബഡ്ഡിങ് യൂട്യൂബേഴ്സിന് ഇത്രയും മോട്ടിവേഷൻ തരുന്ന വേറെ ചാനൽ മലയാളത്തിലില്ല. അത്ര നല്ല കണ്ടൻസ് ആണ്. അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്, ലിങ്ക്ഡിൻ റിലേറ്റഡ് കോണ്ടൻസ്, പിന്നെ ഫ്രീലാൻസിങ്, ദെൻ ഈ കോണ്ടന്റ് ക്രിയേഷൻ, അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ടൈപ്പ് വീഡിയോസും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്, ഡേ ഇൻ മൈ ലൈഫ്, പിന്നെ സ്കിൻ കെയർ, അവർക്കൊരു UGC സെപ്പറേറ്റ് ഒരു ചാനലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള പ്ലേലിസ്റ്റ് എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് എത്തിക്കാനുള്ളൊരു മെയിൻ റീസൺ, അതിൻ്റെ ഒരു മെയിൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അശ്വതി ഉഷൂസ് എന്ന് പറയുന്ന ഈ ഒരു ചാനലാണ്. അവര് ഈ വീഡിയോ കാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ അവരെ അറിയിക്കുക, കമൻസിൽ മെൻഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ ഒരു നന്ദി എനിക്ക് അവരെ അറിയിക്കണമെന്നുണ്ട്. ഞാനും എന്തായാലും അവരുടെ ഒരു വീഡിയോയിൽ പോയിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ മെയിൻ കാരണം അവർ തന്നെയാണ്. അവർ അത്രയും നല്ലോണം ഈ ബഡ്ഡിങ് യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവർക്കും ഒരു പേടിയും
അത്ര കോൺഫിഡൻസും കാണില്ല. കാരണം പിന്നെ എല്ലാവർക്കും ഒരു തോട്ട് ഉണ്ടാവും, ഇത് 2026 ആയില്ലേ, 2000 ആ ഒരു കോവിഡ് ടൈമിലൊക്കെ കയറിയ ആൾക്കാർക്കല്ലേ സക്സസ് ആവാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഓരോ ഡൗട്ട്സും ഈവൻ എനിക്കും അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ക്ലിയർ ആയത് അശ്വതി ഇഷ്യൂസ് അവർ ചെയ്ത കുറേ വീഡിയോസ് കൊണ്ടാണ്. അങ്ങനെയല്ല, കോണ്ടന്റ് ക്രിയേഷൻ നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ ബെനിഫിറ്റ്സിന് മാത്രമല്ല, നമ്മുടെ വർക്ക്സും നമ്മളെ തന്നെ ഷോക്കേസ് ചെയ്യാണ്, നമ്മളെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ സോഷ്യൽ മീഡിയ, ടൂളാണ് കോണ്ടന്റ് ക്രിയേഷൻ. സോ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ചാനലാണ് അശ്വതി ഇഷ്യൂസ്. ഷീസ് മൈ ഫേവറേറ്റ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഞാൻ ഇത്രയും നേരം പറഞ്ഞൊരു ജോണറിലുള്ള ഒരു ചാനലല്ല. ഞാൻ ഫൈനാൻസ് നോളജിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ചാനൽ, ഈ പെർട്ടിക്കുലർ ചാനൽ നെയിം ഷാരിഖ് ഷംസുദ്ദീൻ. മിക്കവർക്കും അറിയായിരിക്കും. പുള്ളിനെ അറിയാത്ത ആൾക്കാർ ഇപ്പം മലയാളത്തിൽ വളരെ റെയർ ആയിരിക്കും. നമ്മളൊരു കുറച്ചെങ്കിലും പൈസ മാനേജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് അത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരുന്നൊരു ചാനൽ ഷാരിഖ് ഷംസുദ്ദീനാണ്. പുള്ളിയുടെ ഞാൻ കാണാൻ തുടങ്ങിയത് കോവിഡ് ടൈമിൽ. പുള്ളി സ്റ്റോക്ക് മാർക്കറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാണ് ഈ ട്രേഡിംഗ് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഫൈനാൻസ് മാനേജ് ചെയ്യേണ്ടത്. ഇതൊന്നും നമ്മൾ എവിടെയും പഠിക്കുന്നില്ലല്ലോ. സ്കൂൾസും കോളേജിലുമൊക്കെ പൈസ ഉണ്ടാക്കാം, ജോലി നേടാന്നുള്ള ആ ഒരു കാര്യം വരെ അല്ലേ പഠിക്കുന്നുള്ളൂ. ബാക്കി ജോലി കിട്ടിയിട്ട് എന്തെന്നുള്ളൊരു കാര്യം എവിടെ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ആരും വീട്ടിൽ നിന്ന് പോലും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു തുടങ്ങിയത് ഷാരിഖിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ്. പുള്ളി ഈ ഒരു യൂട്യൂബ് കൂടെ ബിൽഡ് ചെയ്തെടുത്ത ഒരു കരിയർ ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് അത് വെച്ചിട്ട് അവർ മാർക്കറ്റ് ഫീഡ് എന്നുള്ളൊരു കമ്പനി ഉണ്ടാക്കി അത് സക്സസ്ഫുള്ളി റൺ ആവുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ഈ എല്ലാ വർഷവും ഇടുന്ന PNL വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി എനിക്ക് നോളജ് കിട്ടിയത് പുള്ളിയുടെ വീഡിയോസ് നിന്നാണ്. അങ്ങനെ ഒത്തിരി ഫൈനാൻസിൽ നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ പുള്ളിയുടെ ചാനലിലുണ്ട്. പിന്നെ ഒരുപാട് ചാനൽസ് ഉണ്ട് ഫൈനാൻസ് റിലേറ്റഡ്. പക്ഷേ കണ്ട് ഈ ഫിനാൻസിൻ്റെ ഇമ്പോർട്ടൻസ് പഠിപ്പിച്ച, ഈ നമ്മുടെ പൈസ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരാൾ ഷാരിഖ് ഷംസുദ്ദീനാണ്. അതാണ് ഞാൻ പുള്ളിയുടെ ചാനൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം. അപ്പോൾ ഈ ഒരു 5 ചാനൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്സിലുള്ളതാണ്. നിങ്ങൾ പലരും ഇങ്ങനെയുള്ള ചാനൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. ഇതിനപ്പുറത്തും കുറേ ചാനൽസ് ഉണ്ട്. അശ്വതി ശ്രീകാന്ത് ഉണ്ട്. അവരുടെ പാരൻറ്റിങ് റിലേറ്റഡ് വീഡിയോസും മോട്ടിവേഷൻ വീഡിയോസും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെയും കുറേ ചാനൽസ് ഉണ്ട്. എനിക്ക് ഓർമ്മയിൽ വരുന്ന ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു 5 ചാനൽസാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കോണ്ടന്റ് ക്രിയേഷൻസിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അശ്വതി ഇഷ്യൂസ് അവരുടെ ചാനലാണ്. ഇതിൽ നിങ്ങൾക്കും പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഞാൻ മിസ് ഔട്ട് ചെയ്ത ഏതെങ്കിലും ചാനൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. എൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഇതേപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസും നല്ല കോണ്ടൻസും ഈ അശ്വതിയൊക്കെ ഇടുന്ന പോലെ നമുക്കതിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടണമല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും കോണ്ടൻസ് ഇടുന്ന ആൾക്കാരുടെ വീഡിയോസ് കുറച്ചും കൂടെ എനിക്ക് ഫേവറേറ്റ്സ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു നോളജ് അതിന്ന് കിട്ടണമല്ലോ, പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റണം. അപ്പം അങ്ങനെയുള്ള ചാനൽസാണ് ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുപോലെയുള്ള ചാനൽസാണ് ഈ പറഞ്ഞതൊക്കെ.